എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി, റീജിയണൽ റഫറൻസ് സ്റ്റാൻഡേർഡ് ലാബോറട്ടറി, ഈ രണ്ട് ടോപ്പിക്കിലെ 10 മാർക്ക് ചോദ്യോത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറിൻ്റെ ആസ്ഥാനം ചോദിച്ചിരുന്നു. ആരും കമൻറ്റ് ചെയ്തത് കണ്ടിട്ടില്ല ഉത്തരം. നമുക്കത് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഈ വീഡിയോൻ്റെ അവസാനവും ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കും. ഉത്തരം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് നിങ്ങൾ തന്നെ വായിച്ചിട്ട് നോക്കുക. അപ്പം ഞാൻ ആൻസർ പറയാം. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് വരുന്നത്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന NPL ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. CSIR അതിൻ്റെ ഫുൾ ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, അതിൻ്റെ കീഴിലാണ് NPL പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഏത് വർഷമാണ് ഔദ്യോഗികമായി സ്ഥാപിതമായത്? നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി സ്ഥാപിതമായ വർഷം. ആൻസർ ഓപ്ഷൻ ബി, 1950. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ചെറിയൊരു ഗ്യാപ്പ് ഞാൻ തരുന്നുണ്ട്. 1947 ഇതിൻ്റെ അടിത്തറയിട്ടെങ്കിലും 1950 ജനുവരി 21 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇത് രാജ്യത്തിന് സമർപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ ആട്ടോ. അപ്പോൾ ഡേറ്റും വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. 1950 ജനുവരി 21. നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ നാഷണൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് NMI ആയി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ നാഷണൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായി പ്രവർത്തിക്കുന്ന സ്ഥാപനം. ഓപ്ഷൻസ് വായിക്കുക, നേരെ ഉത്തരം ചെയ്യുക. നമുക്ക് ഈ ടോപ്പിക് അറിയുന്നത് കൊണ്ട് ഉത്തരം എളുപ്പമായിരിക്കും. ആൻസർ ഓപ്ഷൻ സി, NPL, നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി. അതായത് ഇന്ത്യയിലെ അളവ് തൂക്കങ്ങളുടെയും സമയത്തിൻ്റെയും കൃത്യത നിലനിർത്തുന്നതിനുള്ള ഔദ്യോഗിക സ്ഥാപനമാണ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി. അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്ക്, അതും ചോദ്യമായിട്ട് വരും. അടുത്തത് നാലാമത്തെ ചോദ്യം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കൃത്യമായി പാലിക്കുകയും രാജ്യവ്യാപകമായി വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കൃത്യമായി പാലിക്കുകയും രാജ്യവ്യാപകമായി വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻസ് നോക്കുക, ആൻസർ ചെയ്യാം. ആൻസർ ഓപ്ഷൻ ബി, നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി. അറ്റോമിക് ക്ലോക്കുകളുടെ സഹായത്തോടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പരിപാലിക്കുന്നത് NPL ആണ്. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയാണ് കേട്ടോ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്, അതൊന്ന് നോക്കി വെക്കണം. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയുടെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയുടെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? സ്പെഷ്യൽ ടോപ്പിക് കുറച്ച് ടഫ് ആക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. ആൻസർ ഓപ്ഷൻ ഡി, ഡോക്ടർ KS കൃഷ്ണൻ. പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ KS കൃഷ്ണനായിരുന്നു NPLൻ്റെ ആദ്യത്തെ ഡയറക്ടർ. അദ്ദേഹം CV രാമനോടൊപ്പം രാമൻ ഇഫക്റ്റ് കണ്ടെത്തുന്നതിൽ പങ്കാളിയായിരുന്നു. അപ്പോൾ അത് ഓർത്ത് വെക്കുക. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയുടെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ KS കൃഷ്ണൻ. നമുക്ക് NPL ഇത്ര ക്വസ്റ്റ്യൻസ് മതി. ഇനി അടുത്ത 5 ക്വസ്റ്റ്യൻസ് റീജിയണൽ റഫറൻസ് സ്റ്റാൻഡേർഡ് ലാബോറട്ടറിയിൽ നിന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം സ്ഥിരം പറയുന്നത് തന്നെയാണ്, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ എനാബിൾ ചെയ്ത് വെക്കണം. ക്വസ്റ്റ്യൻസൊക്കെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് കൂടെ തന്നെ ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓപ്ഷൻസ് വായിക്കുന്നതിൽ ബുദ്ധിമുട്ട് ഒരാൾ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ വായിക്കുന്നത് ഒഴിവാക്കിയത്. അപ്പോൾ ഞാൻ നേരെ ഉത്തരത്തിലേക്കാണ് കിടക്കുക. സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ലീഗൽ മെട്രോളജി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ റഫറൻസ് സ്റ്റാൻഡേർഡ് ലാബോറട്ടറികളുടെ പ്രധാന ചുമതല എന്താണ്? ആൻസർ പെട്ടെന്ന് കിട്ടും. എല്ലാവരും സിലബസിലെ ടേംസ് ഒക്കെ എന്തായാലും ഒന്ന് നോക്കി വെക്കണം. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എഴുതാൻ എളുപ്പമായിരിക്കും. ഉത്തരത്തിലേക്ക് കിടക്കാം. ഓപ്ഷൻ ബി ആണ്, അളവ് തൂക്ക ഉപകരണങ്ങളുടെ കൃത്യത പരിശോധിക്കുകയും സർട്ടിഫൈ ചെയ്യുകയും ചെയ്യുക. ഇതാണ് ലീഗൽ മെട്രോളജി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ റഫറൻസ് സ്റ്റാൻഡേർഡ് ലാബോറട്ടറികളുടെ പ്രധാന ചുമതല. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണം കൂടി എക്സാം പോയിന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. വ്യാപാരികളും വ്യവസായങ്ങളും ഉപയോഗിക്കുന്ന അളവ് തൂക്ക ഉപകരണങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താൻ സെക്കൻഡറി സ്റ്റാൻഡേർഡുകൾ പരിശോധിക്കുന്നതും കൃത്യത നിർണ്ണയിക്കുന്നതുമാണ് RRSLകളുടെ പ്രധാന ജോലി. അടുത്ത ചോദ്യം. കേരളത്തിൽ റീജിയണൽ റഫറൻസ് സ്റ്റാൻഡേർഡ് ലാബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് വായിക്കുക, ആൻസർ ചെയ്യാം.
കേരളത്തിൽ റീജിയണൽ റഫറൻസ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ പറയൂ കുട്ടികളെ. ഓപ്ഷൻ സി കാക്കനാട്, എറണാകുളം. കേരളത്തിലെ റീജിയണൽ റഫറൻസ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി എറണാകുളം ജില്ലയിലെ കാക്കനാടാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട RRSL കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. RRSLകൾ ഏത് കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് നേരിട്ട് പ്രവർത്തിക്കുന്നത്? RRSLകൾ ഏത് കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് നേരിട്ട് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. RRSLകൾ ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ്? മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ഉപഭോക്തൃ സംരക്ഷണവും കൃത്യമായ അളവ് തൂക്കവും ഉറപ്പാക്കുന്നതിനായി ഈ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആണ് RRSLകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. വിശദീകരണം കൂടി ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത ചോദ്യം, ഒരു സംസ്ഥാനത്തെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർമാർ ഉപയോഗിക്കുന്ന വർക്കിംഗ് സ്റ്റാൻഡേർഡുകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഏതാണ്? ഒരു സംസ്ഥാനത്തെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർമാർ ഉപയോഗിക്കുന്ന വർക്കിംഗ് സ്റ്റാൻഡേർഡുകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സെക്കൻഡറി സ്റ്റാൻഡേർഡ്. ഒരു സംസ്ഥാനത്തെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർമാർ ഉപയോഗിക്കുന്ന വർക്കിംഗ് സ്റ്റാൻഡേർഡുകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഇത് സെക്കൻഡറി സ്റ്റാൻഡേർഡാണ്. RRSLകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സെക്കൻഡറി സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ചാണ് സംസ്ഥാനങ്ങളിലെ ലാബോറട്ടറികളിലെ അളവ് തൂക്ക ഉപകരണങ്ങൾ പരിശോധിക്കുന്നത്. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലാണ് പ്രൈമറി സ്റ്റാൻഡേർഡുകൾ ഉള്ളത്. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം. RRSLകളിലാണ് സെക്കൻഡറി സ്റ്റാൻഡേർഡുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലാണ് പ്രൈമറി സ്റ്റാൻഡേർഡുകൾ ഉള്ളത്. നമ്മൾ ഇന്നത്തെ അവസാന ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏത് തരം അളവുകളാണ് RRSLൽ പ്രധാനമായും കാലിബ്രേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം, എന്നിട്ട് അതിൽ നിന്ന് ഏത് തരം അളവുകളാണ് RRSLകളിൽ പ്രധാനമായും കാലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, മാസ്, വോളിയം, ലെങ്ത്. നിത്യജീവിതത്തിലും വ്യവസായങ്ങളിലും ഉപയോഗിക്കുന്ന ഭാരം, വ്യാപ്തം, നീളം എന്നിവ അളക്കുന്ന ഉപകരണങ്ങളുടെ കൃത്യത ഉറപ്പാക്കാനാണ് RRSLകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മാസ്, വോളിയം, ലെങ്ത്. ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വിശദീകരണം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ആവശ്യമില്ലെങ്കിൽ നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ചോദ്യോത്തരം മാത്രം ഡിസ്കസ് ചെയ്തിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. കോയിനുകൾ അച്ചടിക്കാൻ അധികാരമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനം ഏതാണ്? ഇത് സിലബസിലുള്ളതാണ്. അപ്പോൾ ഉത്തരം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. എല്ലാവരും പോസിറ്റീവ് എനർജിയോടെ തന്നെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്ക് നോക്കാം. താങ്ക് യു.